14XL സൈസ് വരെയുള്ള പാന്റ് 10XL സൈസ് 10XL വരെ ഉണ്ട്. ടീഷർട്ട് ഉണ്ട്. 28 മുതൽ 60 വരെയൊക്കെ ആയിരിക്കും സൈസ്. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ്ക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. പാന്റിന്റെ വലിപ്പം കണ്ടോ 14XL സൈസ് വരെയൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. അത് ഒരെണ്ണം മെയിൻലി ഡെഡിക്കേറ്റഡ് ദിസ് വീഡിയോ ഫോർ പ്ലസ് സൈസ്. ഇവിടെ ബൾക്ക് ആയിട്ട് ഇതാ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടോ പാൻസ് ഷർട്ട്സ് ഒക്കെ പ്ലസ് സൈസുകാർക്കുള്ള ഷർട്ട്സും പാൻസ് ആണ്. സൈസ് നോക്കുകയാണെങ്കിൽ 14XL സൈസ് വരെയുള്ള പാൻറ്. അതിൽ കാർഗോ ഉണ്ട്, ജീൻസ് ഉണ്ട്, പലതരം വെറൈറ്റീസ് ഉണ്ട്. ഒക്കെ പ്ലസ് സൈസ് ആണ്. ഒരു സ്ഥലത്തും കിട്ടില്ല, അത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. അതും റീറ്റെയിൽ ആയിട്ട് സിംഗിൾ പീസ് ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. പാൻറ്റിന്റെ വലിപ്പം കണ്ടോ 14XL സൈസ് വരെയൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. അത് ഒരെണ്ണം. ഇതിലൊക്കെ കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. വൈറ്റ് വേണമെങ്കിൽ വൈറ്റിലുണ്ട്, അതിൽ പല പോക്കറ്റ്സ് വേണമെങ്കിൽ അതുണ്ട്. ഇതൊക്കെ മാനുഫാക്ചർ ചെയ്തിട്ട് അവരുടെ ഓൺ മാനുഫാക്ചറിങ് ആണ്, അവർ തന്നെയാണ് സെയിൽ ചെയ്യുന്നത് റീറ്റെയിൽ ആയിട്ട്. ഇനി ഷർട്ട് നോക്കുകയാണെങ്കിലോ ഷർട്ടിൻ്റെ കുറേ ഉണ്ട് കേട്ടോ. ഇതൊന്നുമല്ല, ഇതിനേക്കാളും വെറൈറ്റി നിറച്ച അവിടെ മുകളിൽ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ സൈസ് നോക്കിയേ, ഷർട്ടിൻ്റെ വലിപ്പമാണ് ഈ പറയുന്നത്. ഇതൊക്കെ സിംഗിൾ പീസായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ സുങ്കത്ത് കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അവിടെ മാങ്കടി മെയിൻ റോഡിലാണ്. അപ്പോൾ എക്സാക്ട് ലൊക്കേഷനാണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. അപ്പോൾ ഈ ഫുൾ ബിൽഡിംഗ് മാനുഫാക്ചർ ബിൽഡിംഗ് ആണ് കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് റീറ്റെയിൽ ആയിട്ട് കിട്ടും, ഓൺലൈനിലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒക്കെ റീറ്റെയിൽ ആയിട്ട് ഒരു പീസായിട്ട് മേടിക്കും. അപ്പോൾ ഇതിൻ്റെ കുറേ വെറൈറ്റീസ് കാണണമെങ്കിൽ ഇങ്ങോട്ട് പോന്നോ, വരൂ. ഫാക്ടറി പ്ലസ് നമ്മൾ റീറ്റെയിലേക്കാണ് പോണത്. എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഇതാ ഫുൾ ഡീറ്റെയിൽസ് ഇതാ ഇതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ഡീറ്റെയിൽസ് A to Z, ഇമെയിൽ ID എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ റീറ്റെയിൽ കൗണ്ടറാണ്, പ്ലസ് ഇവിടെ മാനുഫാക്ചറിങ്ങും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്ലസ് സൈസ് വരെയുള്ള പാൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ റിസപ്ഷൻ ഏരിയ. ഓൺലൈൻ ഡീലിങ്സ് ഒക്കെ ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഓൺലൈനിൽ എന്തോ പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുക, പോകാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കാർഗോ സംഭവം പാൻസ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തും മിക്കതും കിട്ടാൻ ചാൻസ് കുറവാണ്. ഇവർ തന്നെ ഓൺ പ്രൊഡക്ഷൻ, അതും പ്രീമിയം ക്വാളിറ്റിയിലുള്ള കളക്ഷൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ സാമ്പിൾസ് അല്ല, ഡയറക്റ്റ് നമുക്ക് കയ്യോടെ ഹാൻഡ് പിക്ക് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതാ പ്ലസ് സൈസ് 60XL സൈസ് 60 ഇഞ്ചിൻ്റെ അയ്യോ എന്തൊരു വലിപ്പമുള്ള സൈസ് അല്ലേ. അപ്പോൾ കയറി നോക്കാം നമുക്ക് എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ട്, എങ്ങനെയാണ്, എവിടേക്കാണ് ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഈ കാണുന്നത് മൊത്തം നമുക്കിതാ ഷർട്ട്സ്, ടീഷർട്ട്സ്, പാൻസ്, അങ്ങനെ ഒരുവിധം എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ജെൻസിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ. ചേച്ചി ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വരൂ ചേച്ചി. ഇവിടുത്തെ ചേച്ചിന്ന് വിളിച്ചപ്പം ബാംഗ്ലൂരിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂർ സുങ്കത്ത് കട്ടെ മാഗടി റോഡ്. പക്ഷെ മലയാളിയാണ്. ചേച്ചിയുടെ പേര് രഞ്ജിനി. ഹായ് ചേച്ചി, വീഡിയോയിലൊരു വെൽക്കം ചേച്ചി. ഇവിടെ എന്തൊക്കെയാണ് കിട്ടുന്നത് മെയിൻ ആയിട്ട്? ഇവിടെ പ്ലസ് സൈസിൽ കാർഗോ കിട്ടും, ഷോർട്സ്, പിന്നെ ജോഗർ കിട്ടും, അല്ലാതെ ടീഷർട്ടും ഷർട്ടും എല്ലാം കിട്ടും. എല്ലാ പ്രോഡക്ട്സും ഉണ്ട്, ജീൻസ് ഉണ്ട്, എല്ലാം മാനുഫാക്ചറിങ് ചെയ്യും. എന്നിട്ട് റീറ്റെയിൽ ഹോൾസെയിൽ. അത് നമ്മൾ ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ഏതാ വേണമെങ്കിൽ എടുക്കാം. ഓൺലൈനിൽ വേണമെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്യാം. അതും വെബിൽ പോയിട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്യാം. വെബ്സൈറ്റിന്റെ പേര് എന്തൊക്കെയാ വരുന്നത്? സൈസസ് എടുത്തോളൂ. വെബ്സൈറ്റിന്റെ പേര് www.successinternational.com ആണ്. successinternational.com. അപ്പോൾ ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ അതേപോലത്തെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ പാൻസ് എന്ന് പറയുമ്പോൾ ഒരു 1.5 പാൻസ് ആണ് വരുന്നത്. എൻ്റെ പൊന്നു, ഇതാ ഇത്ര അധികം കളക്ഷൻസ്. രണ്ടാള് പിടിച്ചാലും നമുക്ക് അത്രയ്ക്കും ഇത് വലിപ്പമുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ സൈസ് തുണിയിലല്ല, ഒരു 3 ആളുടെ തുണിയെങ്കിലും വേണം അല്ലേ? സൈസാണിത്. 60 സൈസസ് 28 മുതൽ 60 വരെയൊക്കെ ആയിരിക്കും സൈസ്. അപ്പൊ കളേഴ്സും അവൈലബിൾ ആണ്. കളേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഇതിന്റെ കളേഴ്സ്. ഓക്കെ, അടിപൊളി. വൈറ്റ്, ഗ്രേ, ഇതൊക്കെ ഇടയില് ക്യാമോ. ഇതിൽ 3 കളേഴ്സ് വരും. ക്യാമോ ഇതില് മിലിറ്ററിയിലാണ് ഇപ്പൊ നേരത്തെ കണ്ടതില്ല നമ്മള്. ഇത് അതാ, അതില് 3 കളേഴ്സ് ഉണ്ട്. ഇതൊന്ന് പിടിച്ച ഷോ. ഇതിലിപ്പോ നമ്മള് 3 ആള് കയറി നിന്നാലും ഇത് കഴിയില്ല അല്ലേ? അത്ര വലിയ സൈസാണ് വരുന്നത്. പിന്നെ ഇവരെ ഓൺ മാനുഫാക്ചറിങ് ആണ്. അതിന്റെ വരെ ടാഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ലേബൽ ഡീറ്റെയിൽ ഒക്കെ ഉണ്ടാവും. ഇവിടെ വരെ സൈസ് എല്ലാം നമുക്ക് എങ്ങനെയാണ് വലിയ ബ്രാൻഡഡിലൊക്കെ നമുക്ക് കിട്ടാം. സെയിം പ്രീമിയം ഫാബ്രിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മില്ലിൽ നിന്ന് ഡയറക്റ്റ് മേടിച്ചിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. എല്ലാം നിങ്ങൾക്ക് മെറ്റീരിയൽസ് എല്ലാം നോക്കാം, എല്ലാം പ്രീമിയം ക്വാളിറ്റി തന്നെ. ലേബൽസ് ആവട്ടെ. സാധാരണ ഇത്ര വലിയ സൈസ് നമുക്ക് ഒരു കടയിൽ നിന്നും കിട്ടാറില്ല. നോർമലൊക്കെ നമുക്ക് ജീൻസ് കിട്ടും. ഇതെല്ലാം
അടിപൊളി. എന്തായാലും മെറ്റീരിയൽ വൈസ് നിങ്ങൾക്ക് പ്രീമിയം ആയിരിക്കും. അപ്പം നമ്മൾ ഒരാളുടെ ഡ്രസ്സ് മേടിക്കുന്നതിന് പകരം ഒരു 3 ആളുടെ ഡ്രസ്സെങ്കിലും ഈ ഇതിനൊരു റേറ്റ് വരും. റീറ്റെയിലാണ്, പക്ഷേ റേറ്റ് ഞാൻ പറയുന്നില്ല. റേറ്റ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരിലാണ്, പക്ഷേ ഓൺലൈനായാലും നമുക്ക് വരുത്തിക്കാൻ പറ്റും കേട്ടോ. അടിപൊളി, വലിയ സൈസൊക്കെ കാണുമ്പോഴേ ഇത് കൊണ്ടോ കളർ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ധൈര്യമായിട്ട് ഇനി ഇരുന്ന് കഴിച്ചോ. എത്ര സൈസ് വേണമെങ്കിലും നമുക്ക് ഇവിടെ പാൻസ് അവൈലബിൾ ആണ് മെൻസുകാർക്ക് കേട്ടോ. ഇതാ പാൻസിൻ്റെ ഇത് ജോഗർ. പിന്നെ ഇത് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ജോഗറാണ്. കാർഗോ ഉണ്ട്, ഷോർട്സ് ഉണ്ട്, അങ്ങനെ പ്രോഡക്റ്റ് കാണിക്കാം. ഇതൊക്കെ ശരിക്കും നമ്മൾ ആ വലിയ വലിയ ബ്രാൻഡഡ് ഷോറൂമിൽ മേടിക്കുന്ന സെയിം ആ ഒരു പ്രീമിയം ക്വാളിറ്റിയോട് കൂടി, പ്രീമിയം ഫിനിഷിങ്ങോട് കൂടി, പ്രീമിയം ടാഗിൽ എല്ലാ ബ്രാൻഡഡ് തന്നെ, എല്ലാ ബ്രാൻഡഡ് മെറ്റീരിയലേ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ കണ്ടോ ടാഗ് ഡീറ്റെയിൽസ് എല്ലാതും എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് പാൻസ് സ്റ്റാർട്ടിംഗ് ഒക്കെ എത്രയാണ് വരുന്നത് സൈസസ് വരുന്നത്? 28 മുതൽ 60 വരെയാണ് സൈസസ്. 60 എന്ന് പറയുമ്പോൾ 14 XL സൈസ് വരെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാർഗോ ഇത് കണ്ടോ, ഇതിൻ്റെ കളർ മിലിറ്ററിയിൽ വേണമെങ്കിൽ അങ്ങനെയുണ്ട്, പ്ലെയിനിൽ വേണമെങ്കിൽ അങ്ങനെയുണ്ട്, ജീൻസിൽ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. ഇതൊന്ന് പിടിച്ച ചേച്ചി, അടിപൊളി. ഇതാ എത്ര പോക്കറ്റ് വേണമെങ്കിൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള പാൻസിന്റെ പോലെ തന്നെ അതിന് വലിപ്പമുള്ള സൈസ്. അതെ അതെ അതെ, ശരിക്കും ആ ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ട് എത്ര ആൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കാൻ പറ്റൂല്ലേ. ഇതാ സക്സസ് ഇന്റർനാഷണൽ ഫുൾ ബാക്ക് സൈഡും കാണിക്കാം. ഇതാ ഇത് വേറെ കളർ. ഇതാ ഇത് ബാക്കിലും പോക്കറ്റ് വരുന്നുണ്ട്. കാർഗോ ബാക്ക് 2 പോക്കറ്റ് ആയിരിക്കും. ശരിക്കും നോർമൽ എങ്ങനെയാ പാൻസ് അതേപോലെ തന്നെ നമുക്ക് വലിയവർക്കുള്ള ഫ്ലെക്സിബിൾ ഫാബ്രിക് വന്നിട്ട് ഇതെല്ലാമേ ഇത് ഫ്ലെക്സിബിൾ ഫാബ്രിക് ആയിരിക്കും. അപ്പോൾ എക്സ്റ്റെൻഡ് ആവും, ഇതിങ്ങനെ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ആവും. പിന്നെ അടിയിലും എല്ലായിടത്തും തൈ പോർഷനിലും എല്ലായിടത്തും എലാസ്റ്റിക് യൂസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫിറ്റിംഗും കറക്റ്റ് ആയിട്ടുണ്ടാവും. കറക്റ്റ് ആയിട്ട് ആ ഒരു ഫിറ്റിംഗിൽ. പിന്നെ ഇവിടെ കസ്റ്റമേഴ്സ് ഡയറക്റ്റ് ഷോറൂമിൽ തന്നെ വാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയും കുറേ ഐറ്റംസ് ഒക്കെ മേടിക്കുന്നുണ്ട്. ഇനി വരുന്നത് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ്ക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. നമുക്ക് ഇഷ്ടമുള്ളത് അത് നമുക്ക് എന്തായാലും മാനുഫാക്ചർ ഒന്ന് കയറി നോക്കണം കേട്ടോ. മാനുഫാക്ചറിങ് കസ്റ്റമൈസ് ചെയ്ത് തരും. എന്ന് വെച്ചാൽ ഇപ്പൊ 60 സൈസ് ഉണ്ട്, ചിലർ 60നെക്കാട്ടി പ്ലസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് അവൈലബിൾ ആയിരിക്കില്ല സൈസ്. അങ്ങനെയുള്ളവർക്ക് അവർ ഓൺലൈനിലാവട്ടെ കോൺടാക്ട് ചെയ്തിട്ട് മെജർമെന്റ് കാര്യങ്ങളൊക്കെ ദൂരം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഔട്ട്സൈഡ് ബാംഗ്ലൂർ ആണെങ്കിൽ മെജർമെന്റ് എല്ലാം പറഞ്ഞാൽ മതി. ഞങ്ങൾ ഇവിടെ കസ്റ്റമൈസ് മാനുഫാക്ചറിങ് ഉണ്ടല്ലോ ഉള്ളിൽ, കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഡീറ്റെയിൽസ് ഒന്ന് കയറി നോക്കാം. ഇനിയിപ്പോൾ പാൻസ് വേണ്ട, നമുക്ക് റെഗുലർ ആയിട്ട് നമുക്ക് കഴിഞ്ഞാൽ ട്രൗസേഴ്സ് അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഷോർട്ട്സ് ഇത് സെയിം ആണ്. 28 മുതൽ 60 വരെ ആയിരിക്കും. സെയിം ക്വാളിറ്റി 10 കളേഴ്സ് ഇതിൽ ഇങ്ങനത്തെ തന്നെ അവൈലബിൾ ഉണ്ട്. അതും സെയിം ക്വാളിറ്റിയിൽ പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ വരുന്ന കളക്ഷൻ ആണ്. അതിൽ ലൈറ്റ് മെറ്റീരിയൽ ഒക്കെ ലൈറ്റ് വെയിറ്റ് ആണ്. ഞങ്ങൾ മില്ലിൽ ഓർഡർ ചെയ്ത് വരുത്തുന്ന ഫാബ്രിക് ആണ് ഡയറക്റ്റ്. അപ്പൊ മാനുഫാക്ചർ ആണ്, അതേപോലെ തന്നെ റീറ്റെയിലും കൂടിയാണ്. സിംഗിൾ പീസ് ഇത് ഭയങ്കര ഒരു നല്ലൊരു ട്വിസ്റ്റായി മാറി. സാധാരണ ഒക്കെ പറയുമ്പോൾ ഹോൾസെയിൽക്കാരാണല്ലോ റീറ്റെയിലുകാർക്ക് അങ്ങനെ കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, സിംഗിൾ പീസായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കിട്ടും കേട്ടോ. ഇതിൻ്റെ കളർ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ റേറ്റ് ഡീറ്റെയിൽ എല്ലാതും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് കൂടാണ്ട് ഡയറക്റ്റ് ഇവരെ വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. ഇതൊക്കെ കണ്ടോ, പ്യുവർ വൈറ്റിലൊക്കെ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതിൽ തന്നെ പ്ലസ് ഫിനിഷിങ്, എനിക്ക് ഫിനിഷിംഗ് ആണ് ഭയങ്കര ഇഷ്ടമായത്. അതുപോലെ ഈ ടാഗും ലേബലും ടാഗും. ഇത് ബട്ടൺ ഞങ്ങളുടെ ബ്രാൻഡിന്റെ ബട്ടൺ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാ മെറ്റീരിയൽ അതേപോലെ ഞങ്ങൾ പ്രീമിയം ക്വാളിറ്റിന്റെ ട്രിംസ് ഫാബ്രിക് എല്ലാം അങ്ങനെ യൂസ് ആക്കിയിട്ടുള്ളത്. അതുപോലെ ഇവരുടെ തന്നെ ടാഗ് വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം അതും ഇതിൽ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അത് കണ്ടോ. അപ്പോൾ ഡയറക്റ്റ് തന്നെ നമുക്ക് വെബ്സൈറ്റ് ത്രൂ ആയാലും നോർമലി എങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റും അങ്ങനെ പർച്ചേസ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. വൈറ്റ് കളർ ആയതുകൊണ്ട് നിലത്തിടാൻ എനിക്ക് ഇത്തിരി വിഷമമുണ്ട് കേട്ടോ. ഇനി ഇത് മേടിച്ചോ എന്ന് പറഞ്ഞാൽ അവിടെ മലയാളം അറിയില്ല, അവിടെ കന്നഡ ഭാഷ പറയണം. ഇത് വാവ്, ഇതിന്റെ സൈസസ് എങ്ങനെയാ വരുന്നത്? ഇത് വന്നിട്ട് S മുതൽ 10XL വരെ ഉണ്ട്. ടീഷർട്ട് 10XL സൈസ് 10XL വരെ ഉണ്ട്. ടീഷർട്ട് ഉണ്ട്. അപ്പൊ അതില് പല പ്രിന്റ്സ് ആയിരിക്കും അല്ലേ? മെറ്റീരിയൽ ഡിഫറെന്റ് ഫാബ്രിക് ആണ്, ഡിഫറെന്റ് മെറ്റീരിയൽ ആണ്. അതിലിപ്പോൾ റൗണ്ട് നെക്കിലാണ് നമ്മൾ ടീഷർട്ട് കാണുന്നത്. ഇതും സെയിം ആ ഒരു ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് കിട്ടുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് പിടിക്കാനൊന്നും പറ്റില്ല കേട്ടോ. 2 പിടിക്കാണ്ട് കാര്യം നടക്കില്ല. ഒക്കെ ഡിഫറെൻറ്റ് ഫാബ്രിക്കിലാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. അതിൽ കോളർ നെക്ക് ഉണ്ട്, റൗണ്ട് നെക്ക് ഉണ്ട്, പല വെറൈറ്റീസിലുണ്ട്.
പ്രിന്റിലുണ്ട്, പ്ലെയിനിലുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഡിസൈൻസ് നമുക്ക് വേറെ പ്രിന്റ് വേണമെന്നൊക്കെ പറഞ്ഞാൽ അതും നമുക്ക് ചെയ്ത് തരാം. മാനുഫാക്ചറിംഗ് അല്ലേ, പക്ഷേ ഒരു പീസിന് അത് ചെയ്യാൻ ഇതായിരിക്കും. അത് റീറ്റെയിൽ ആയാൽ ഇവിടെ ഉള്ളത് നമുക്ക് റീറ്റെയിൽ ആയിട്ട് എടുക്കാം. ഇനി ബൾക്കായിട്ട് വേണമെന്ന് പറയുന്നവരാണെങ്കിൽ അതും നമ്മൾ ചെയ്ത് തരും. അതിനും ഒരു കുറവില്ല. ഇപ്പോൾ ഫ്രണ്ടിൽ ഇപ്പോൾ പ്രിന്റ് എന്തെങ്കിലും വേണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയാലും ചെയ്ത് തരും. പക്ഷെ അത് ബൾക്കായിട്ട് തന്നെ എടുക്കണം കേട്ടോ. ഒരു സിംഗിൾ പീസായിട്ട് ഇവിടെ കിട്ടുന്നതല്ല കേട്ടോ. അടിപൊളിയായിട്ട് ഫാബ്രിക് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് നോക്കാം. അതിനൊക്കെ ഞാൻ അതാ പറഞ്ഞത്, പിടിക്കുമ്പോൾ ഒക്കെ ഡിഫറെൻറ്റ് ഫാബ്രിക് ആണ് എനിക്ക് കയ്യിൽ കിട്ടുന്നത്. ഹോസറി മെറ്റീരിയൽ ഉണ്ട്, ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽസ് ഉണ്ട്, അങ്ങനെ പലതരം ബനിയൻ സ്റ്റഫിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസിൽ കേട്ടോ. ഇതൊക്കെ ലൈറ്റ് വെയിറ്റിൽ വരുന്ന ആ ഒരു JC മെറ്റീരിയൽ ഉണ്ട്, നല്ല ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട്, കോട്ടൺ ഉണ്ട്, അങ്ങനെ കോട്ടൺ മിക്സ് ആയിട്ടുള്ളതുണ്ട്. നിങ്ങൾക്ക് ഏതാ ഫാബ്രിക് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള എല്ലാ തരം ഫാബ്രിക്സ് നമുക്ക് ഇവിടെ കിട്ടും. മെയിൻലി ഡെഡിക്കേറ്റഡ് ദിസ് വീഡിയോ ഫോർ പ്ലസ് സൈസ്. ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഓരോന്നോരോന്ന് എടുക്കുമ്പോൾ അതിൻ്റേത് ഈ ഫൈബ്രിക്കൊക്കെ ഇല്ലേ, ഒക്കെ ചിലതൊക്കെ ഇമ്പോർട്ടഡ് ഫൈബ്രിക്കിൽ വരുന്നുണ്ട്. ടീഷർട്ട് മാത്രമല്ല ഷർട്ടും അവൈലബിൾ ആണ് ഇവിടെ. ഇതൊക്കെ ഉണ്ടോ, എനിക്ക് സത്യം പറയാം സീരിയസ്ലി എനിക്ക് ആ ശരിക്കും നമ്മൾ വലിയ വലിയ ഷോറൂമിലൊക്കെ പോയിട്ട് എടുക്കുന്നതിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു പക്ക ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഒരു സംശയമില്ല. ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് ആ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഏകദേശം. കണ്ടോ അതിൽ ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്കുകളാവും അല്ലേ? ഓക്കെ, ഇതൊക്കെ കണ്ടോ ആ ഒരു ഡയമണ്ടും അതുപോലെ തന്നെ ഇതൊക്കെ പോപ്പപ്പ് ചെയ്ത് എടുത്ത് നിൽക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ പ്രിന്റിലുണ്ട്, അങ്ങനത്തെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഒക്കെ പ്ലസ് സൈസ് 10XL സൈസിൽ ടീഷർട്ട് കണ്ടോ, അടിപൊളി. ഇതൊക്കെ എംബോസ് ഡിസൈൻ ആണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത്. എംബോസ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതും മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളി മെറ്റീരിയൽ, പലതരം മെറ്റീരിയൽസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഷർട്ട്സും അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ ടീഷർട്ട് മാത്രമല്ല, ഷർട്ട്സ് നോക്കുകയാണെങ്കിൽ ഷർട്ട്സിലും പല മെറ്റീരിയൽസ് ഒക്കെ പ്രീമിയം ക്വാളിറ്റിയിൽ സിംഗിൾ പീസ് കിട്ടുന്നതായിരിക്കും. അതന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷക്കാരൻ. എല്ലായിടത്തും ഇതൊന്നും കിട്ടില്ല ചേച്ചി. പ്ലസ് സൈസ് മാത്രം കിട്ടുന്ന ഒരു സ്ഥലം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ചുരുക്കം ചില സ്ഥലത്തൊക്കെയാണ് കിട്ടുന്നത്. അതിലത്തെ ഒരു മെയിൻ ഒരു ഫാക്ടറി എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് വലിയൊരു ബിഗ് സൈസിൻ്റെ ഷർട്ട്സ് കേട്ടോ. ഷർട്ട്സിൽ തന്നെ പല മെറ്റീരിയൽസ് ഉണ്ട്. ഇതൊക്കെ പല പല മെറ്റീരിയൽ. ഇതൊക്കെ നോക്കുമ്പോൾ തൊട്ട് നോക്കുമ്പോൾ സിൽക്കി ടൈപ്പ് മെറ്റീരിയൽ. നേരത്തെ കണ്ടപ്പോൾ ഒരു ലിനൻ്റെ ഫാബ്രിക് കോട്ടണിന് വരുന്നുണ്ട്. ലോങ് സ്ലീവ് ഷോർട്ട് സ്ലീവും വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇത് കാർഗോ പോലത്തെ ഫോൾഡ് ചെയ്യുന്ന പോലത്തെ മെറ്റീരിയൽ ആണ് ഇതല്ലേ. സ്ലീവ് അല്ലേ, ഫുൾ സ്ലീവ് രണ്ടും 2 in 1 ഓപ്ഷൻസ്. പ്ലസ് സൈസിന്റെ ഷർട്ട്സ്. ഇത് ഹുഡീസ് ആണെന്ന് തോന്നുന്നു. ഷർട്ട് വിത്ത് ഹുഡി അടിപൊളി. ഇതൊരു ഡിഫറെൻറ്റ് വെറൈറ്റി തന്നെ ആയിട്ടുണ്ട് കേട്ടോ. നോർമലി നമുക്ക് ടീഷർട്ടിൽ ഇങ്ങനെ ക്യാപ്പായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഷർട്ടിൽ നമുക്ക് ക്യാപ്പാണ് വരുന്നത്. അതും പ്ലസ് സൈസ് 10XL സൈസ് വരെ ഇവിടെ അവൈലബിൾ ആണ്. ഒരു പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തു അപ്പം തന്നെ കൊറിയർ പറഞ്ഞു അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ തന്നെ ഈ ഒരു ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക, സൈസസ് പറയുക, ഏതാ സൈസ് വേണമെങ്കിൽ അപ്പം തന്നെ ഇവിടുന്ന് കൊറിയർ അയച്ചു തരും, നമ്മുടെ കയ്യിലേക്ക് എത്തും. ഓൺലൈൻ ഇപ്പോൾ റിക്വയർ ഉണ്ടെങ്കിൽ വിളിച്ചാൽ നമ്പർ തരുമല്ലോ. ഇപ്പൊ നിങ്ങൾ നമ്പർ ഇടുമല്ലോ, അതിൽ വിളിച്ചാൽ ഫോട്ടോസ് അയക്കി വിടുന്നത് ഫ്രഷ് ആയിട്ട് വരുമല്ലേ കളക്ഷൻസ്. അപ്പോൾ ഒരു ഫോട്ടോ അയക്കി അതിൽ സെലക്ട് ആക്കിയ കൊറിയർ അയക്കി. അപ്പോൾ ഇത് കാണുന്നത് മാത്രമല്ല, ഇത് കൂടാണ്ട് ഒരുപാട് വെറൈറ്റീസ് ഇഷ്ടം പോലെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ കാണിക്കുന്നത് കൂടാണ്ട് എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. കാരണം ഓൺ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് തന്നെ. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ലോങ് സൈസിൽ റെഗുലർ ഫിറ്റ് പോലത്തെ അല്ലേ, പക്ഷെ എന്നാലും വലിയ സൈസ് തന്നെയാണ് വരുന്നത്. ഇതൊക്കെ വരുമ്പോൾ 3XL സൈസിൻ്റെ ഷർട്ട്സ് ആണ് വരുന്നത് കേട്ടോ. ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്. അങ്ങനെ ഇതെല്ലാത്തിനെയും മെറ്റീരിയൽസ് ഡിഫറെൻ്റ് ആണ് കേട്ടോ ഈ കാണിക്കുന്നതിൻ്റെ എല്ലാത്തിനെയും. കണ്ടോ, ഷർട്ട് നോർമൽ ഷർട്ടല്ല, ബിഗ് പ്ലസ് സൈസുകാർക്കുള്ള ഷർട്ടുകളാണ് ഈ കാണുന്നത്. ഇതിൽ ഒരുപാട് വെറൈറ്റീസ്. ഇപ്പോൾ ഇവിടെ വരാണെങ്കിൽ ഡയറക്റ്റ് വന്നിട്ട് നമുക്കിത് ഓരോന്നോരോന്ന് തുറന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ഇതൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ള കളക്ഷൻസ്. ഇതൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളത് കൂടാണ്ട് നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് മാനുഫാക്ചറിങ് അതൊന്നും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ എങ്ങനെയാണെന്നുള്ളത്. ഈ മാനുഫാക്ചറിങ് ഇതിൽ തന്നെയാണ് നമുക്ക് റീറ്റെയിൽ ആയിട്ട് ഇവിടെ ഓരോ സിംഗിൾ പീസായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരാളുടെ തുണിയല്ല അതിൽ കയറുന്നതെന്ന് പ്രത്യേകം ആലോചിക്കുക. പ്ലസ് സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ 3 ആളുടെ തുണിയിലും ഉണ്ടായാലാണ് നമുക്ക് ഒരു പ്ലസ് സൈസ് ആവാം. അപ്പോൾ ഇതാണ് നമുക്ക് മാനുഫാക്ചറിങ് ചെയ്തിട്ട് പാക്കിംഗ് എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയാണ് ചെയ്യണത് അല്ലേ. സ്റ്റിച്ചിങ്, പാക്കിംഗ്, നല്ല ശബ്ദം ഉണ്ടാവും. ഇതൊരു ഫാക്ടറി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ശബ്ദം ഉണ്ടാവും. ഇതൊക്കെ ഇതാ ഇവിടെ ചെയ്ത് ചെയ്തിട്ട് പാക്കിംഗ് ചെയ്തോണ്ടുള്ളത്. ഓക്കെ ഓക്കെ. ഇത് ട്രിമ്മിങ് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ ഇപ്പൊ? എല്ലാം കറക്റ്റ് ആണ്. പ്രൊഡക്ഷൻ വേറെ യൂണിറ്റ് ആണ്, അവിടെ നിന്ന് ഫിനിഷിംഗ് ഇവിടെ വരുന്നത്. പ്രൊഡക്ഷൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വരും,
വന്നിട്ട് ഇവിടെ എല്ലാം ഐറൺ എല്ലാം ചെയ്തിട്ട് ഓക്കെ പിന്നെ പാക്കിംഗ് ഏരിയ ആണ് ഇത്. പാക്ക് ചെയ്തിട്ട് അവിടെ സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്യുന്നത് ഇതൊക്കെ ബൾക്ക് ആയിട്ട് വാഷിംഗ് വന്നോണ്ടുള്ളത്. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഐറ്റംസ് ആണ് നമുക്ക് തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചുരുങ്ങില്ല അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാലോ? ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് എന്താ? ഐറണിങ്, പിന്നെ ഇവൻ ബട്ടൺ അടിക്കുന്നു, ബട്ടന്റെ മെഷീൻ. ഇത് ഒരു ബട്ടന്റെ കസ്റ്റമൈസ് ചെയ്യുമെന്ന് പറഞ്ഞില്ല, അവരാണ് ഇവര് ടൈലേഴ്സ്. ഇവര് രണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. സാമ്പിളിംഗ് ടൈലേഴ്സ് പറഞ്ഞ അവരെല്ലാം ചെയ്യും. ഓക്കെ. അങ്ങനത്തെ നമ്മൾ എന്താ സാമ്പിൾ പറയണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യുന്ന ഐറ്റംസ് ഇവിടെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രൊഡക്ഷൻ നടക്കുന്ന വേറെ സ്ഥലത്ത് ഇവിടുന്ന് സാമ്പിൾ ചെയ്തിട്ട് വേറെ യൂണിറ്റ് ഉണ്ട് ഞങ്ങളുടെ പ്രൊഡക്ഷന്. അവിടെ ചെയ്തിട്ടാണ് വാഷിംഗ് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരും. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഫുൾ ആയിട്ട് സ്റ്റോക്ക് വെക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അല്ലേ? ഇത് ഈ കാണുന്നത് മൊത്തം ഇവിടെ സ്റ്റോക്ക് സ്റ്റോക്ക് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഫുൾ വാഷിംഗ് അങ്ങനെ എവിടെ നോക്കിയാലും കാണുന്നത് വന്നല്ലേ അത് അവിടെ ഇവിടെ കിടക്കുന്നത്. ഇതൊക്കെ വാഷ് ചെയ്തിട്ട് അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ എങ്ങനെ ഉപയോഗിച്ചാലും ചുരുങ്ങില്ല. അപ്പൊ എങ്ങനെ ഉപയോഗിച്ചാലും സാധാരണ നമ്മൾ ഒരു ഡ്രസ്സ് മേടിക്കുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും. കോട്ടൺ എല്ലാം ആയിട്ട് വരുന്ന കാരണം പേടിക്കണ്ട. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പൊ ഇതൊക്കെ ട്രിമ്മിങ്ങിന്റെ. അതുപോലെ തന്നെ ഇവിടെ ബൾക്ക് ആയിട്ട് ഇതാ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. എത്ര പീസ് വേണമെങ്കിലും എടുക്കാം. പക്ഷെ റീറ്റെയിൽ ആയിട്ട് 1 പീസ് ആയാലും നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതൊക്കെ നമ്മൾ അകത്ത് കാണിച്ചിട്ടുള്ളതാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകും. ഇപ്പൊ ഇവിടുന്ന് ഇവിടുന്ന് എടുത്തിട്ട് അവിടേക്ക് പോകും. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. എന്തായാലും ഒരെണ്ണം കൂടി ഞാനൊന്ന് ഇതൊന്ന് എടുത്ത് കാണിക്കാന്ന് മാത്രമേ ഉള്ളൂ. പ്ലസ് സൈസ് കാര്യങ്ങളതുണ്ട്. നോർമലി റെഗുലർ സാധാരണ സൈസ് ആയിരിക്കും ഉണ്ടാവൂല്ലേ? 28 മുതൽ 60 വരയ്ക്കും ഉണ്ട് സൈസസ്. അത് കാർഗോയിലാണ് ഇവര് മെയിൻ ആയിട്ട്. അതും പ്ലസ് സൈസ് ആണ് ഇവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. കാർഗോന്റെ ഒക്കെ നല്ല ഫിനിഷിങ് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ വീണ്ടും എടുത്ത് പറയാം, എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്രയും ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ്. അപ്പം പ്ലസ് സൈസ് 14 XL സൈസ് വരെ ആവശ്യമുള്ളവർക്ക് മെൻസ് വെയറിൽ ഇങ്ങോട്ട് പോകുന്നത് ഷർട്ട് ആകുമ്പോൾ 10 XL സൈസ് വരെയാണ് അവൈലബിൾ. അതിൽ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ ഒക്കെ പ്രീമിയം ക്വാളിറ്റിയിലാണ്. ഇതൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ അപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ ഒന്നുകൂടി നമുക്ക് പറയാം. ലൊക്കേഷൻ വരുന്നത് മാഗടി റോഡ്, സുങ്കുത്കട്ടെ, ബാംഗ്ലൂർ. എവിടെയാണ്? ബാംഗ്ലൂരിൽ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി കേരളത്തിൽ നിന്ന് വരാണെങ്കിൽ ഏത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം? മെജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയാൽ അവിടുന്ന് ഞങ്ങൾ ലൊക്കേഷൻ പിന്നാക്കിയിട്ടുണ്ടാവും. ഓല, ഊബർ അങ്ങനത്തെ എന്ത് ചെയ്തിട്ട് വരാം. മെട്രോ കയറരുത്. മെട്രോ കയറിയാൽ പിന്നെ തിരിഞ്ഞിട്ട് വരേണ്ടി വരും. ബെറ്റർ ആയിരിക്കും ഓല, ഊബർ, അല്ലെങ്കിൽ ബസ്സിൽ വരണമെങ്കിൽ വരാം. സ്ഥലത്തിന്റെ പേര് വരുന്നത് സുങ്കതക്കട്ടെ. എന്തൊരു വലിയ വലിയ പേരുകളൊക്കെ റോഡാണ് ബാംഗ്ലൂരിലുണ്ട്. അപ്പൊ മെജസ്റ്റിക് റെയിൽവേ സ്റ്റേഷന്റെ അവിടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ഓല അല്ലെങ്കിൽ ഊബർ മെട്രോയിൽ കയറണ്ട. അപ്പൊ ഊബറിൽ വെച്ചിട്ട് നമ്മൾ ഈ അഡ്രസ്സ് നമ്മൾ ഊബറിൽ അടിച്ചു കൊടുത്താൽ മതി. ഡയറക്റ്റ് ഇവിടേക്ക് എത്തും. 12 കിലോമീറ്റർ ആവും. മെജസ്റ്റിക്കിന് ഒരു അറൌണ്ട് 10 കിലോമീറ്റർ ആകും. 10 കിലോമീറ്റർ ഉള്ളിലാണ്. ഞാനും അങ്ങനെ തന്നെ വന്നത്. നമ്മൾ ഓല പിടിച്ചിട്ടാണ് വന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോൾ ആകെ എക്സൈറ്റഡ് ആയി. കാരണം ഇത്രയും വലിയ വലിയ സൈസിന്റെ ഒക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ സിംഗിൾ പീസായിട്ട് കിട്ടുന്ന മെൻസ് വെയറിൻ്റെ കളക്ഷൻസിൻ്റെ ഒരു ഫാക്ടറിയിലേക്കാണ്. ഒരു സിംഗിൾ പീസായിട്ടും കിട്ടും. അപ്പോൾ റേറ്റ് വൈസ് ഒക്കെ നിങ്ങൾ തന്നെ ഡീൽ ചെയ്തോളൂ. വെബ്സൈറ്റിലുണ്ട്. വെബ്സൈറ്റിൻ്റെ പേര് വരുന്നത് www.successinternational.com. അത് നിങ്ങളൊന്ന് പിൻ ചെയ്യാം. ഞാൻ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അഡ്രസ്സ് ഡീറ്റെയിൽസ് ഒക്കെ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്താ നമ്മുടെ മലയാളി ചേച്ചി ഇവിടെ ഉണ്ട്. ചേച്ചിയുടെ പേര് ഞാൻ ചോദിച്ചില്ല കേട്ടോ. ഫസ്റ്റില് തൊട്ട് ചോദിക്കേണ്ടതായിരുന്നു. അതും പറഞ്ഞു. അതല്ല പ്ലസ് സൈസ് കണ്ടപ്പോഴേക്കില്ലേ എക്സൈറ്റ്മെന്റിൽ പേര് ചോദിക്കാൻ മറന്നുപോയി. അപ്പം മലയാളി ആണെങ്കിൽ മലയാളത്തിൽ വിളിക്കാം, ഹിന്ദിക്കാരാണെങ്കിൽ ഹിന്ദിയിൽ വിളിക്കാം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, കർണാടക ഏത് ലാംഗ്വേജിലുള്ള ആൾക്കാർക്കും ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. സിംഗിൾ പീസ് ആയിട്ട് കിട്ടും. താങ്ക് യു ചേച്ചി, ഇത്ര നേരം. താങ്ക് യു. ബൈ.